തൃശൂർ മാളയിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ SFI KSU പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. സംഘടനാ നേതാക്കളെ പ്രതികളാക്കിയാണ് കേസ്. ഇരു വിദ്യാർത്ഥി സംഘടനകളുടെയും പരാതിയിൽ മാള കൊരട്ടി പോലീസ് ആണ് കേസെടുത്തത്. വിവരങ്ങളുമായി ആനന്ദ് ചേരുകയാണ്. ആനന്ദ്, KSUവിനും SFIക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണ്. അവിടെ സംഘർഷമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വിവരങ്ങൾ നീലിമ, എന്തായാലും ഇപ്പോൾ ഈ കലോത്സവത്തിനിടെ നടന്ന സംഘർഷങ്ങൾ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇരു വിദ്യാർത്ഥി സംഘടനകളുടെയും പരാതിയിൽ മാള കൊരട്ടി പോലീസാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. SFI യൂണിറ്റ് സെക്രട്ടറി, കേരള കോളേജിന്റെ യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. KSU നേതാക്കളായ അശ്വിൻ, ആദിത്യൻ, അക്ഷയ് തുടങ്ങിയവരെയും ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരടക്കം കണ്ടാലറിയുന്ന 10 പേരെയും KSUവിന്റെ ഭാഗത്തു നിന്നും പ്രതി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ KSU നേതാക്കളായ ആദിത്യനെയും ഗോകുലിനെയും മർദ്ദിച്ച കേസിലും ആംബുലൻസ് തടഞ്ഞ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടാലറിയുന്ന 4 SFIക്കാരെ പ്രതിയാക്കി ചേർത്തിട്ടാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ വളരെ ദാരുണമായിട്ടുള്ള രീതിയിൽ, വളരെ ഭീതിജനകമായിട്ടുള്ള രീതിയിലുള്ള സംഘർഷമായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്നത്. ആംബുലൻസ് തടഞ്ഞു നിർത്തുകയും ആംബുലൻസിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോലും ആ സംഘർഷം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ആ കേസുകളിൽ, ആ നടപടികളിൽ, ആ ഒരു അക്രമങ്ങളിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. അതിനിടെ ഇത്തരത്തിൽ ഈ കലോത്സവത്തിനിടയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണമായി ഹോളി ഗ്രേസ് കോളേജ് രംഗത്തെത്തിയിരുന്നു. അതായത് മത്സരങ്ങൾക്ക് വേദി അനുവദിക്കുക മാത്രമാണ് കോളേജ് ചെയ്തത്. കലോത്സവ സംഘാടനത്തിലെ പിഴവുകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം വിദ്യാർത്ഥി സംഘടനകൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോളേജും രംഗത്തെത്തിയിട്ടുണ്ട്. ശരി, ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.